KSRTC ഡ്രൈവർ തർക്കത്തിൽ നിർണായകമായ മെമ്മറി കാർഡ് കാണാതായതിൽ തനിക്ക് പങ്കില്ലെന്ന് കണ്ടക്ടറുടെ മൊഴി. കേസിൽ കണ്ടക്ടറെയും തമ്പാനൂർ ഡിപ്പോയിലെ സ്റ്റേഷൻ മാസ്റ്ററെയും ചോദ്യം ചെയ്തു. കണ്ടക്ടർ CCTV പരിശോധിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടതിനാലായിരുന്നു ചോദ്യം ചെയ്യൽ. മെമ്മറി കാർഡ് കാണാതായതിൽ ഡ്രൈവർ യദുവിനെയും ഇന്ന് ചോദ്യം ചെയ്യും. ഹരി മോഹൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഹരി, ഈ കേസിലെ ഏറ്റവും നിർണായകമായ ഒരു കാര്യമായിരുന്നു മെമ്മറി കാർഡ് എന്ന് പറയുന്നത്. ഇന്നത്തെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണോ? എന്തെങ്കിലും വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചോ? അമൃത സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു ഈ മെമ്മറി കാർഡ് കാണാതായത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നത് തിരുവനന്തപുരം തമ്പാനൂർ പോലീസാണ്. ആ കേസിലാണ് ഇന്ന് ഇപ്പോൾ രാവിലെ മുതൽ കണ്ടക്ടറായിട്ടുള്ള സുബിനെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നത്. ഈ സംഭവ ദിവസം യദുവിനോടൊപ്പം തന്നെ ബസ്സിലുണ്ടായിരുന്ന ആളാണ് കണ്ടക്ടർ സുബിൻ. അതുകൊണ്ട് തന്നെ സുബിനെ ഇന്ന് രാവിലെ മുതൽ പുലർച്ചെ മുതൽ ചോദ്യം ചെയ്യുകയാണെന്ന് പറയേണ്ടി വരും. ഇന്നിപ്പോഴും ആ ചോദ്യം ചെയ്യൽ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ തുടർന്നു വരികയാണ്. ഒപ്പം തന്നെ സ്റ്റേഷൻ മാസ്റ്റർ തമ്പാനൂർ ഡിപ്പോയിലെ സ്റ്റേഷൻ മാസ്റ്റർ ലാൽ സജീവിനെയും ചോദ്യം ചെയ്തു വരികയാണ്. അല്പം മുമ്പാണ് ഡ്രൈവർ യദുവിനെ കൂടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ഈ യദുവിനെ കൂടി ചോദ്യം ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ വീട്ടിൽ നിന്നാണ് ഈ സുബിനെയും ഒപ്പം തന്നെ ലാൽ സജീവിനെയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നത്. അതിനെ ചൊല്ലി ചില പ്രശ്നങ്ങൾ നടന്നിരുന്നു. ഇവരുടെ കുടുംബം പോലീസുമായി ബന്ധപ്പെടുകയും ഇവർക്ക് വിവരം ലഭിച്ചില്ല എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. നിയമവിരുദ്ധമായ കസ്റ്റഡിയാണെന്നുള്ള ഒരു ആരോപണം നിലനിന്നിരുന്നു. പക്ഷേ പിന്നീട് അവരെ വിട്ടയക്കും എന്നുള്ള സൂചനകളാണ് പോലീസ് നൽകുന്നത്. അതായത് ഇതിൽ പ്രധാനമായിട്ടും സുബിനെ ചോദ്യം ചെയ്യാനുള്ള കാരണമായി പോലീസ് ചൂണ്ടിക്കാട്ടിയത് ചില CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയുണ്ടായി. ആ ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിൽ നിന്ന് മനസ്സിലായത് ഈ സുബിൻ CCTVയിലേക്ക് നോക്കുന്നത് കണ്ടു എന്നുള്ളതായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നടപടികൾ സുബിന്റെ ഭാഗത്തുനിന്നുണ്ടായോ എന്നുള്ളൊരു സംശയമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇത് അറിയാൻ വേണ്ടി കൂടിയാണ്, അല്ലെങ്കിൽ ഇതിൽ വ്യക്തത വരുത്താൻ വേണ്ടി കൂടിയാണ് സുബിനെ വിളിച്ചു വരുത്തിയത്. അതുകൊണ്ട് തന്നെ സുബിന്റെ മൊഴി വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. സുബിൻ ഇതിലൊരു വിശദീകരണം നൽകിയിട്ടുള്ളത് താൻ നോക്കുക മാത്രമാണ് ചെയ്തത്, മറ്റൊന്നും ചെയ്തിട്ടില്ല, മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും താൻ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതായിരുന്നു. അതായത് കുറ്റം നിഷേധിക്കുകയായിരുന്നു സുബിൻ ചെയ്തത്. സുബിനിൽ നിന്ന് ആവശ്യത്തിലധികം വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ നിലവിൽ കണ്ടക്ടറായിട്ടുള്ള സുബിന്റെയും സ്റ്റേഷൻ മാസ്റ്റർ ആയിട്ടുള്ള ലാൽ സജീവിന്റെയും പക്കൽ നിന്ന് ലഭിച്ചിട്ടുള്ള മൊഴിയും ഇപ്പോൾ യദുവിനെ വീണ്ടും വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ആ യദുവിനെ ഒപ്പം വരുത്തിക്കൊണ്ട് ഈ മൊഴികൾ പരിശോധിക്കും. അങ്ങനെ ആ മൊഴികളിൽ എന്തെങ്കിലും തരത്തിലുള്ള വൈരുദ്ധ്യമോ അല്ലെങ്കിൽ വ്യക്തത കുറവോ ഉണ്ടെങ്കിലായിരിക്കും പോലീസ് തുടർ നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തമ്പാനൂർ പോലീസായിരുന്നു ഈ കേസ് കൈകാര്യം ചെയ്തിരുന്നത്. പക്ഷേ ഇതിൽ വളരെ വിശദമായിട്ട് തന്നെ ചോദ്യം ചെയ്യൽ നടക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് കൊണ്ടുവരികയും DCPയുടെ നേതൃത്വത്തിൽ ഒരു ചോദ്യം ചെയ്യലിലേക്ക് കടക്കുകയും ഇടയ്ക്ക് കമ്മീഷണറും ചോദ്യം ചെയ്യലിൽ ഉൾപ്പെടുകയും ഒക്കെ ചെയ്തത്. ഇപ്പോൾ എന്തായാലും DCP ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ യദുവിനെ കുറിച്ച് വിശദമായിട്ട് തമ്പാനൂർ പോലീസിന്റെ സാന്നിധ്യത്തിൽ വിശദമായിട്ട് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. പക്ഷെ മറ്റുവരുടെ രണ്ടുപേരുടെയും സുബിന്റെയും ഒപ്പം തന്നെ ലാൽ സജീവിന്റെയും ചോദ്യം ചെയ്യലുകൾ ഒരു പരിധിവരെ അവസാനിച്ചു എന്നുള്ളതാണ് കരുതുന്നത്. അവരെ ഉടനെ വിട്ടയക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. കാരണം രാവിലെ മുതൽ പുലർച്ചെ മുതൽ തുടങ്ങിയ ചോദ്യം ചെയ്യലാണ്. അതുകൊണ്ട് തന്നെ അവരിൽ നിന്നുള്ള ആവശ്യത്തിന് വിവരങ്ങൾ ലഭിച്ചു എന്നുള്ളത് തന്നെയാണ് പോലീസുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷെ എന്തായാലും പ്രധാനപ്പെട്ട കാര്യമാണ് നേരത്തെ അമൃത സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മെമ്മറി കാർഡ് കാണാതായത്. അതിൽ ചില സംശയങ്ങൾ പോലീസിന് ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തമ്പാനൂർ ഡിപ്പോയിൽ ഈ സംഭവത്തിന് പിറ്റേ ദിവസം തന്നെ തമ്പാനൂർ ഡിപ്പോയിലേക്ക് ഈ ഡ്രൈവറായിട്ടുള്ള യദു കടന്നു ചെല്ലുകയുണ്ടായി. അപ്പോൾ അവിടെ വെച്ച് എന്തെങ്കിലും തരത്തിൽ കൃത്രിമം കാണിച്ചിട്ടുണ്ടോ, മെമ്മറി കാർഡ് എടുത്തു മാറ്റിയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം നിലവിൽ പോലീസിനുണ്ട്. കാരണം ഇതിൽ യദുവിനെയാണ് പ്രധാനമായിട്ടും സംശയിക്കുന്നത്. നേരത്തെ പോലീസ് വ്യക്തമാക്കിയിരുന്നു. കാരണം ആദ്യം മേയറുടെ പരാതിയിലായിരുന്നു പോലീസ് കേസെടുത്തത്. അതിനുശേഷമാണ് പിന്നീട് യദുവിന്റെ പരാതി കോടതി നിർദ്ദേശത്തെ തുടർന്നായിരുന്നു കേസെടുത്തത്. പക്ഷേ ഈ മെമ്മറി കാർഡ് കാണാതായതുമായി ബന്ധപ്പെട്ട് യദുവിന് എന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ളതിലൊരു അന്വേഷണമാണ് ഇപ്പോൾ പ്രധാനമായിട്ടും നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ സുബിനെയും ലാൽ സജീവിനെയും വിടും എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. അമൃത. ശരി, ഹരിമോഹനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.